മൈ ബ്യൂട്ടിഫുൾ സോൾസ്, നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലിബ്ര സോഡിയക് സൈനിൻ്റെ ഈ ഒരു ജനുവരി മാസത്തെ കരിയർ, അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. സെപ്റ്റംബർ 23-നും ഒക്ടോബർ 22-നും ഇടയ്ക്ക് ജനിച്ചവരാണ് ലിബ്ര അഥവാ തുലാം രാശിക്കാർ. വളരെ ചാമിങ് ആയിട്ടുള്ള, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള, റൊമാൻറ്റിക് പാർട്ട്നേഴ്സായ, നീതിബോധം മനസ്സിൽ സൂക്ഷിക്കുന്നവരായ, ആളുകളെ തൻ്റെ വാക് ചാതുരിയിലൂടെ വളരെ പെട്ടെന്ന് ആളുകളെ ഒരു മാഗ്നറ്റ് പോലെ തന്നിലേക്ക് ആകർഷിക്കാൻ കെൽപ്പുള്ളവരായ, പ്ലീസിംഗ് പേഴ്സണാലിറ്റി ഉള്ള ആളുകളാണ് ലിബ്ര സോഡിയക് സൈൻ. കൂടെ നിൽക്കുന്നവർക്കും ചുറ്റുപാടുമുള്ളവർക്കും സന്തോഷം കൊടുക്കാൻ കഴിയുമ്പോൾ സ്വന്തം കാര്യം മറന്നു പോകുന്ന ആളുകൾ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി വൈബ്രേഷൻ ഈ ഒരു റീഡിങ്ങുമായി കണക്ട് ചെയ്യുക. ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്ത് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം വളരെ കാമായിട്ടിരുന്ന ഈ ഒരു റീഡിങ്ങിലേക്ക് നിങ്ങളുടെ എനർജി കൊണ്ടുവരിക. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ലിബ്രയുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് 3 ഓഫ് പെന്റക്കിൾസ് ആണ്. ഒരു ടീം വർക്കിനെ സൂചിപ്പിക്കുന്നു, ഒരു കൂട്ടായിട്ടുള്ള ഒരു എഫേർട്ടിനെ സൂചിപ്പിക്കുന്നു, മ്യൂച്വൽ കോൺട്രിബ്യൂഷനെയൊക്കെ സൂചിപ്പിക്കുന്ന കാർഡാണ് 3 ഓഫ് പെന്റക്കിൾസ്. അതായത് ലിബ്ര നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ മാത്രം എനർജി കൊടുത്തുകൊണ്ടിരുന്നു എങ്കിൽ അത് പോരാ. 2 പേരുടെയും എനർജി ഒരുപോലെ തന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരേണ്ടുന്ന ഒരു സമയമാണിതെന്ന് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്കും തോന്നുന്നുണ്ടാകാം പലപ്പോഴും ഞാൻ മാത്രം കൂടുതൽ എഫേർട്ട് ഇടുന്നു, ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു എഫേർട്ടിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ കൂടെയുള്ള പങ്കാളി കുറച്ച് പിന്നിലേക്ക് മാറി നിൽക്കുന്നത് പോലെയുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. മറ്റുള്ളവരുടെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുന്ന നിങ്ങൾ ശരിക്കും നിങ്ങളുടെ കാര്യങ്ങൾക്ക് കൂടി കുറച്ചൊരു നീതി കാണിക്കാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണിക്കുന്നത് ഒരു ടവർ മൂവ്മെൻറ്റിനെയാണ്. അതായത് ഒരു സഡൻ ട്രൂത്ത് നിങ്ങൾക്ക് മുൻപിൽ ഓപ്പൺ ആകുന്നു, അല്ലെങ്കിൽ ഒരു ഷോക്കിംഗ്, ശരിക്കും നിങ്ങളെ ഇമോഷണലായിട്ട് പിടിച്ച് കുലുക്കുന്ന എന്തോ ഒരു ന്യൂസ് നിങ്ങളെ തേടി എത്തുന്നു എന്ന് കാണിക്കുന്നു. ഇതിനകം അത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളെ ശരിക്കും അത് ഒന്ന് പിടിച്ചു കുലുക്കുന്ന രീതിയിലേക്ക് തന്നെ പോയിട്ടുണ്ടാകാം. ഇവിടെ ഒരു ഇല്യൂഷൻ തകരുന്ന അവസ്ഥയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ വിശ്വസിച്ച് വെച്ചിരുന്ന ഒരു ഇല്യൂഷൻ അതൊരിക്കലും ഒരു യാഥാർത്ഥ്യമല്ല എന്നുള്ളൊരു സത്യം നിങ്ങൾ അറിയുന്ന ഒരു സമയം. റിലേഷൻഷിപ്പിനെ സംബന്ധിക്കുന്ന ഒരു ഹിഡൻ ട്രൂത്ത് പുറത്തു വരുന്നതായിട്ട് കാണിക്കുന്നു. റിലേഷൻഷിപ്പിലൊരു സഡൻലി ഒരു ബ്രേക്ക് ഉണ്ടാകുന്നു, നിങ്ങൾ തമ്മിൽ ഒരു അകലം പാലിച്ച് നിൽക്കുന്നു. ഒരു ഈഗോ ക്ലാഷ് ആകാം. ഞാൻ വിശ്വസിച്ചിരുന്നത് തെറ്റായിരുന്നു എന്ന ഒരു റിയലൈസേഷനിലേക്ക് ലിബ്ര നിങ്ങൾ വരുന്നു. ചില തകർച്ചകളൊക്കെ നമ്മളെ വേദനിപ്പിക്കും, പക്ഷേ അതൊരു നിങ്ങളുടെ ഒരു ഇമോഷണലായിട്ടുള്ളൊരു മോചനത്തിൻ്റെ തുടക്കമാണെങ്കിലോ. നെക്സ്റ്റ് കാർഡ് ക്യൂൻ ഓഫ് സോർട്സ് ആണ്. അതായത് ഒരു ട്രൂത്ത്, ക്ലാരിറ്റി, ഇമോഷണൽ മെച്യൂരിറ്റിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു. ടവറിന് ശേഷം നിങ്ങളാണ് ശരിക്കും മാറാൻ പോകുന്നത്. നിങ്ങളുടെ പാർട്ട്ണർ ശരിക്കും നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടായിരിക്കാം ഒരു ബ്രേക്കപ്പിലേക്ക് പോവുകയോ അതല്ല എങ്കിൽ ഒരു ഈഗോ ക്ലാഷ് കാണിച്ച് ഒരു വഴക്കുകളിലേക്കൊക്കെ പോയി മിണ്ടാതെ നോ കോണ്ടാക്റ്റിലേക്ക് പോയിരിക്കുന്നത് എങ്കിൽ ആദ്യമൊക്കെ നിങ്ങളൊന്ന് ശരിക്കും വിഷമിച്ചതിന് ശേഷം നിങ്ങൾ ട്രൂത്ത് മനസ്സിലാക്കി ശരിക്കും ഒരു സ്റ്റെബിലിറ്റി മോഡിലേക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ പിടിച്ചു കെട്ടും. നിങ്ങൾ കരച്ചിൽ നിർത്തും. അതുപോലെ തന്നെ ഒരു പ്ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ബെഗ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നു. ശരിക്കും ഇതൊരു സ്ട്രെങ്തിൻ്റെ കാർഡാണ്. എന്ത് കാര്യമുണ്ടെങ്കിലും തുറന്ന് സംസാരിക്കാനുള്ള ധൈര്യം നിങ്ങൾക്ക് ലഭിക്കും. ഒരു നോ മോർ ഇമോഷണൽ മാനിപ്പുലേഷൻ, അതായത് ഒരു ഇമോഷണൽ മാനിപ്പുലേഷന് ലിബ്ര നിങ്ങളെ ഇനി അവർക്ക് കിട്ടില്ല. ഒരു നിശബ്ദാവസ്ഥയിലൂടെയൊക്കെ നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു സൈലൻസ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കൊണ്ടുവരും. അതിലൂടെയാണ് നിങ്ങൾ ഹീൽ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, എനിക്കിനി എന്താണ് വേണ്ടത്, ഇതെനിക്ക് അത്യാവശ്യമാണോ, എനിക്ക് സന്തോഷം തരുന്നുണ്ടോ ഈ ഒരു ബന്ധം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയം വരും. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് 5 ഓഫ് സോർട്സ് ആണ്. അതായത് നിങ്ങൾ തമ്മിലൊരു ആർഗ്യുമെൻ്റ് ഉണ്ടാകുന്ന സമയത്ത് ലിബ്ര നിങ്ങൾക്കൊരു ആർഗ്യുമെൻറ്റ് കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നത് ഒരു കോമ്പറ്റ് ചെയ്ത് നിൽക്കാൻ ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക്, പാർട്ട്ണറിന് കഴിഞ്ഞില്ല എന്ന് വരും. നിങ്ങൾ ആ ആർഗ്യുമെൻറ്റിൽ ജയിക്കുമെങ്കിൽ തന്നെയും ഈ ഒരു ബന്ധം ഒരു ക്ലാഷിലേക്ക് പോകും. ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ലിബ്രാസിനെങ്കിലും ഒരു ഈഗോ ക്ലാഷസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഈഗോ മൂലമാണ് ക്ലാഷസ് വരുന്നത് എങ്കിൽ അവിടെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും സൂക്ഷിച്ച് പ്രയോഗിക്കുക. അതായത് ടോക്സിക് ആയിട്ടുള്ള ഡിബേറ്റ്സ്, തർക്കങ്ങളൊക്കെ നിങ്ങളൊന്ന് ഒഴിവാക്കാൻ അല്പം ഒന്ന് ശ്രദ്ധിക്കുക. വലിയ വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അല്പം അവിടെ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത ശേഷം ജസ്റ്റ് മൂവ് ഓൺ ചെയ്യുക. ലിബ്രാസിൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഒരുപാട് ക്ഷമിച്ചതിന് ശേഷമായിരിക്കാം നിങ്ങൾക്കിടയിൽ ഒരു പൊട്ടിത്തെറി അങ്ങനെയൊന്നും ഉണ്ടാകുന്നത്. ആ സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ടെമ്പർ ക്ഷമിച്ച് നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇതൊരു മുന്നറിയിപ്പായിട്ട് എടുക്കുക. ഇതൊരു ബ്രേക്കപ്പിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ശരിക്കും സംസാരം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ലിബ്രയുടെ കരിയറിന് വന്നിരിക്കുന്ന ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 2 ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങളൊരു ക്രോസ് റോഡിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. അതായത് പ്ലാനിങ്, വിഷൻ, ക്രോസ് റോഡ്സ് ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നു. നിങ്ങളിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന കരിയറിൽ നിങ്ങൾക്കൊരു അതൃപ്തി ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്.
അതിൽ തന്നെ തുടരണോ അതോ അത് ചേഞ്ച് ചെയ്യണോ എന്ന് ആലോചിക്കുന്ന ഒരു സമയം. പക്ഷേ ലിബ്രാസ്, നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർക്കെങ്കിലും നിങ്ങളുടെ ഒരു തൊഴിൽ വലിയ പ്രശ്നമില്ലാതെ തന്നെ മുന്നോട്ട് പോകുമെന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളൊരു റിസ്ക് എടുക്കുന്നതിന് ചിലപ്പോൾ പിന്നോട്ട് നിൽക്കുന്നുണ്ടാകാം. അതായത് ലിബ്രാസിൻ്റെ ഒരു പൊതു ക്യാരക്ടർ വെച്ച് നോക്കുന്ന സമയത്ത് ഒരേ രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള കരിയറൊക്കെ നിങ്ങളെ പെട്ടെന്ന് ബോറടിപ്പിക്കും. മൈൻഡ് അപ്പോഴെല്ലാം നിങ്ങളെ പുള്ള് ചെയ്തുകൊണ്ടേയിരിക്കും, ഇതൊന്ന് ചേഞ്ച് ചെയ്യണം, ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് പറയുന്നൊരു ക്രൈസിസ് മൊമെൻറ്റിലോട്ടൊക്കെ നിങ്ങളെ കരിയറിൻ്റെ കാര്യത്തിൽ കൊണ്ടെത്തിക്കും. പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ലിബ്രാസ് എന്ന് പറയുന്നത്. ഒരു ജീവിത കാലഘട്ടത്തിനിടയിൽ പല പല മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിക്കാനുള്ള കഴിവ് ഈ ഒരു ലിബ്രാസിനുണ്ട്. ഒരു മെസ്സേജ് പറയാനാണെങ്കിൽ ശരിക്കും പ്ലാൻ ചെയ്ത് തന്നെ മുന്നോട്ട് നീങ്ങുക. സ്റ്റെബിലിറ്റിയൊക്കെ നഷ്ടപ്പെടുമോ എന്നുള്ള നിങ്ങളുടെ ഭയം കുറച്ചൊരു സമയത്തേക്കൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ട് ചുറ്റിനുമുള്ള സിറ്റുവേഷനൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ബ്രില്യൻ്റ് മൂവിലൂടെ മുമ്പിലെത്താൻ നോക്കുക. നെക്സ്റ്റ് കാർഡ് ദ ഹെർമിറ്റ് ആണ്. അതായത് ഒരു ഡിലേ കാർഡാണിത്. ഒറ്റയ്ക്കായതുപോലെ തോന്നുക, അപ്രീസിയേഷൻ കുറവായി തോന്നും. കാരണം ലിബ്രാസിൻ്റെ പൊതുവേ ഉള്ളൊരു കുഴപ്പമാണ്, ഇവരുടെ ഒരു കഴിവുകൾ എല്ലാവരും അംഗീകരിച്ചു കൊടുക്കില്ല. നമ്മളെ മെൻഷൻ ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ എപ്പോഴും ഉള്ളിൽ കിടന്ന് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. ശരിക്കും ലിബ്രാസ് കരിയറിൽ വളരെ അഗ്രഗണ്യർ എന്ന് തന്നെ പറയാം. പല പല കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് മുന്നേറുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് മേലധികാരികളിൽ നിന്നുള്ള ഒരു അസൂയയും അത് കാരണം ഒന്ന് പിന്നോട്ടടിക്കാനൊക്കെ ഉള്ള ഒരു ചാൻസസ് ഓഫീസിൽ തന്നെ ഉണ്ടാകും. കാരണം ഇവരുടെ മൾട്ടി ടാലന്റഡാണ്, ചുറ്റുപാടുമുള്ളവർക്ക് അസൂയ ഉണ്ടാക്കും. ഇവരുടെ ജീവിത പുരോഗതിയെ പലപ്പോഴും ഈ പിന്നിൽ നിന്നും കുത്തുന്ന ഇങ്ങനെയുള്ള ആളുകൾ തടഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് പെന്റക്കിൾസ് ആണ്. ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നു, അതോറിറ്റി വരുന്നു, സക്സസ് വരുന്നതായിട്ടൊക്കെ കാണിക്കുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കാർഡാണ് കിങ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്നത്. ഒരു സ്റ്റേബിൾ ഇൻകം വരുന്നതായിട്ട് കാണിക്കുന്നു. നിങ്ങൾക്ക് റെസ്പെക്റ്റും അതുപോലെ തന്നെ അതോറിറ്റിയും നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നു. ഒരു റിലയബിൾ പേഴ്സണായിട്ട് ചുറ്റുപാടുള്ളവർ അംഗീകരിക്കുന്ന ഒരു സമയം ലിബ്രാസിന് ഉടനെ തന്നെ വരുന്നു എന്ന് കാണിക്കുന്നു. നിങ്ങളുടെ ഒരു കരിയറിലൊരു സ്ലോ ബിൽഡിംഗ് ആയിരിക്കും നടക്കുന്നത്, പക്ഷേ ഒരു ലൈഫ് ലോങ് വെൽത്ത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും. നെക്സ്റ്റ് കാർഡ് 4 ഓഫ് വാണ്ട്സ് ആണ്. ഒരു സെലിബ്രേഷനെ കാണിക്കുന്നു. ചിലർക്ക് ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു ന്യൂ റോൾ, പുതിയ ജോബ് ചേഞ്ച് ചെയ്ത് ഒരു പുതിയ നല്ല കുറച്ചും കൂടി മികച്ച ഒരു റോളിലേക്ക് പോകുന്നു. ഓഫീസ് സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരുന്നു. അതുപോലെ തന്നെ വർക്ക് ലൈഫ് ബാലൻസ് എല്ലാം തന്നെ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നു. മതി, എനിക്കിത് സേഫാണ് എന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് വരുന്നതായിട്ട് ഈ കരിയറിൽ കാണിക്കുന്നുണ്ട് ലിബ്രാസ്. ആദ്യം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആൻഡ് വിഷൻ ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു എങ്കിൽ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ സെൽഫ് ഡിസ്കവറി നടത്തുന്നു, കാര്യങ്ങളെല്ലാം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഒരു സോളിഡ് സക്സസ്സിലേക്ക് നിങ്ങൾ അതിൽ കൂടി വരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. സ്റ്റെബിലിറ്റി ആൻഡ് സെലിബ്രേഷനാണ് ലാസ്റ്റ് വന്നിരിക്കുന്ന കാർഡ്. കൺഗ്രാറ്റ്സ് ലിബ്ര. ഒട്ടും റഷ് ചെയ്യാതെ ശരിക്കും നിങ്ങൾ ഒരു ഗ്രൗണ്ട് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കരിയർ മുന്നോട്ട് പോകും. ലിബ്രാസിനുള്ള ഫ്യൂച്ചർ ഗൈഡൻസിന് വന്നിരിക്കുന്ന കാർഡ് ഏസ് ഓഫ് വാണ്ട്സ് ആണ്. ന്യൂ ഐഡിയാസ് വരുന്നു. നിങ്ങൾ നിങ്ങളുടെ പാഷൻ അനുസരിച്ചുള്ള വർക്കിൽ ശ്രദ്ധിക്കുക, അവിടെ നിങ്ങൾ തിളങ്ങും. ശരിക്കും യൂണിവേഴ്സിൻ്റെ ഒരു പുഷ് നിങ്ങളുടെ ഈ ഒരു കരിയറിലേക്ക് ഈ ഒരു സമയം വരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു ഓവർ തിങ്കിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക. ആക്ഷൻ പെർഫെക്ഷൻ. നിങ്ങളൊരു പെർഫെക്ഷനിസ്റ്റിൻ്റെ ആളാണെങ്കിൽ ചില കാര്യങ്ങൾ ജസ്റ്റ് ഒരു കോംപ്രമൈസ് ഒക്കെ കൊടുക്കാം. നിങ്ങൾക്ക് നല്ല ഇൻഡ്യൂഷൻ കിട്ടുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു നോളജ് അത് അക്സെപ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ അതിനെ മനസ്സിലാക്കുക, അതനുസരിച്ച് പ്ലാൻ ചെയ്യുക, മുന്നോട്ട് പോവുക. അപ്പോൾ ലിബ്രാസ്, ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ 2026 ജനുവരി മാസത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. നെഗറ്റീവായതും നിങ്ങളെ വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം യൂണിവേഴ്സിന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. സറണ്ടർ ചെയ്തതിന് ശേഷം ഒരു ക്ലിയർ മൈൻഡോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ കരിയർ അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എന്നിവയിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ ശരിക്കും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നത് അത്യാവശ്യമാണ്. പേഴ്സണൽ റീഡിങ്ങിനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ റീഡിംഗ് പീരീഡ് ആണ്. നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യുക. എൻ്റെ ദിവസേനയുള്ള പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരും നാളും അതല്ല ജനിച്ച മാസവും ചേർത്ത് കമൻറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങളെ എൻ്റെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ലിബ്രാസ്, നിങ്ങൾക്ക് കരിയറിലും റിലേഷൻഷിപ്പിലും എല്ലാവിധ അബണ്ടൻസും തന്ന് യൂണിവേഴ്സ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.